കരാട്ടയിലും കൃഷിയിലും ഒന്നിനൊന്ന് മികവ് കാട്ടുകയാണ് തൃശൂർ കൊടകര സ്വദേശിനി സുമി. സ്വയം കൃഷി ചെയ്യുന്നതിനൊപ്പം മാനന്തപുരത്തെ ഹരിശ്രീ കലാക്ഷേത്രയിൽ കരാട്ടെ പഠിക്കാനെത്തുന്ന കുട്ടികളെ കൂടി കൃഷിയുടെ വഴിയിൽ കൊണ്ടുവരുന്നുണ്ട് ഇവർ. ആയോധന കല പഠിക്കുന്നതിനൊപ്പം വിഷമയമില്ലാത്ത പച്ചക്കറി കഴിക്കേണ്ടത് ആരോഗ്യത്തിന് അനിവാര്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ സുമി നൽകുന്നത്. കൊടകര ആനന്ദപുരത്തുള്ള ഹരിശ്രീ കലാക്ഷേത്രത്തിലെത്തിയാൽ ചുറ്റും നിറയെ പച്ചക്കറികൾ തഴച്ചു വളരുന്നത് കാണാം. വെണ്ടയും വഴുതനയും ചീരയും തക്കാളിയും പച്ചമുളകുമെല്ലാം വിളപ്പിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ പഠിക്കാനെത്തുന്ന കുട്ടികളാണ് മുഖ്യ കർഷകർ. 4 മാസം മുൻപ് നട്ട പച്ചക്കറികൾ പലതും വിളവെടുപ്പിന് പാകമായി. ഇവിടെ കൃഷി ചെയ്തു തുടങ്ങിയ പല കുട്ടികളും സ്വന്തം വീടുകളിലും പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെല്ലാവരും കൂടിയിട്ട് ചെയ്ത പച്ചക്കറി തോട്ടാണ്. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. കരാട്ട പ്രാക്ടീസിന്റെ ഒപ്പം തന്നെ ഇതും കൂടി ചെയ്യാന്നുള്ളൊരു ഇതിൽ ഈ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടത്തെ ഞങ്ങൾ കുറച്ചു നാളെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അവധിക്കാലമായതോടെ കൂടുതൽ കുട്ടികൾ ഇവിടെ കരാട്ടെ പഠിക്കാൻ എത്തുന്നുണ്ട്. മുതിർന്നവർക്കും പരിശീലനമുണ്ട്. മക്കളായ കൃഷ്ണേന്ദുവിനും കൃഷ്ണപ്രിയയ്ക്കുമൊപ്പം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ സുമി ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഭരതനാട്യം നർത്തകി കൂടിയാണ് ഇവർ. മുൻപ് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഗാനാർച്ചന നടത്തി സംഗീതത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഗുരുവായൂർ.